സിദ്ധാർത്ഥ വ്ളോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആദ്യമായിട്ട് ഒരു മന്തി റൈസ് ഉണ്ടാക്കാറുണ്ട് ചിക്കൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ അധികം വീഡിയോ ഒക്കെ പറഞ്ഞ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ ഫാസ്റ്റായിട്ടൊരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ അതിൽ നമ്മൾ കുറച്ച് നല്ല പീസുകളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, മറ്റും മാറ്റി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിനൊരു കറിവേപ്പില കൂടി ഇട്ടുണ്ട്. ഓക്കെ, പിന്നെ മന്തി ഉണ്ടാക്കുന്നത് നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ മാഗിയുടെ ഇതിൻ്റെ അതൊന്ന് പൊടിച്ചിടുക, അത് അരിയിലേക്ക് ഇടാനോ ഇതിലേക്ക് ഇടാനോ. ഞാനപ്പോൾ രണ്ടിലേക്ക് കുറച്ച് ഇടുന്നു, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. വേറെ കാര്യം, നമ്മൾ ആദ്യമായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഞാനിപ്പോൾ അന്ന് മീൻചിട്ട് അതിൽ നമ്മൾ ക്യാമറ ഇത് തന്നെ കുറച്ച് ഡാർക്ക് വീഴുന്നുണ്ടാവും. സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചത് പറയാൻ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ്. കുറച്ച് മുളക് പൊടി, എരിവ് അധികം പാടില്ല കേട്ടോ. കുറച്ചെന്നെ ഇടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ മന്തി മസാല ഉണ്ട്, അത് കാരണം ഞാൻ പറഞ്ഞ അധികം സാധനം വേറെ ഇല്ല. കുറച്ച് കുരുമുളക് പൊടി ഇടും. സംഭവം നമ്മൾ പൊട്ടിക്കാൻ വയ്ക്കും, പൊട്ടിക്കും പാക്കറ്റ് വെക്കുക. ഇത് കുറച്ചത് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നില്ല കേട്ടോ. മന്തി മസാലക്ക് ഇട്ടിട്ടുണ്ട്, കളറിന് നമ്മുടെ മുളക് പൊടി തന്നെ ഇടുന്നു. ഓക്കെ ഓക്കെ, ഇത് ഇപ്പുറത്ത് ഞാൻ അരി തിളക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇനി ഇതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിലൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല ബാക്കി ചെയ്യില്ല, അപ്പോൾ പാക്കറ്റിൽ തന്നെ ഒഴിക്കാം. ഓയിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക. കറ്റിങ് ഇത് ഞാൻ ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് മെല്ലെ നല്ല ഇങ്ങനെ കുത്തി മസാല ഇട്ടാക്കും. കുറച്ചും കൂടി മന്തി മസാല ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് മൂക്ക് പറയുന്നുണ്ട് കുറവാണ്, അല്ലാണ്ട് അതുകൊണ്ടാ നമുക്ക് കുറച്ചിട്ട്. വേറെ മുളക് പൊടി മല്ലിപ്പൊടി ഇടുന്നില്ല, ഇത് തന്നെ ഇടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് ജീരകത്തിൻ്റെ സ്വല്പം ഫ്ലേവറാണ്. ജീരകവും കുരുമുളകും കൂടി പൊടിച്ച് വെച്ചതുണ്ട് അവിടെ, അത് ഞാൻ വിടാം. ഞാൻ ഓയിലൊക്കെ മിക്സ് ആയിട്ട് നല്ല മണക്കം വന്നിട്ടുണ്ട്. ഇതിൽ ജീരകവും കുരുമുളകും കൂടി മിക്സ്, കുരുമുളക് നമ്മൾ കുറച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2 സബോള, ചെറിയ സബോള കൊത്തിയരിഞ്ഞിട്ട് വെച്ചു. അത് കഴിഞ്ഞാൽ മല്ലിച്ചപ്പ് പൊതിയാണ്, അത് ഇട്ടുകൊടുക്കും. പറ്റാന്ന് നന്നായിട്ട് ഇളക്കം ചെയ്യുക. ഒന്നുകൂടി പറ്റിങ്ങനെ കുത്തി കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇപ്പുറത്ത് ഞാൻ അരി അതെടുത്തെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അരി എടുത്തിട്ടത് സെല്ലാർ ബസ്മതി റൈസ്, ഇന്ത്യ ഗേറ്റ് ഇല്ല, ബ്രാൻഡ്. ഇതിലേക്ക് നമ്മൾ
ഈ ഗ്രേവിക്ക് ഇട്ടെടുത്തിട്ട് ഈ തക്കോലം അതുപോലെ ഇതിലേക്ക് ഏലക്കായ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഓയിൽ ഇതിലേക്ക് വെച്ച് തുടങ്ങും. നമ്മൾ അരി വെള്ളം കൂട്ടി വെക്കുന്ന രീതിയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഈ ഇതൊക്കെ കഴിഞ്ഞിട്ടൊരു അരമണിക്കൂറോട് നേരത്തോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുക്കിങ്. എനിക്ക് വേണം ബിരിയാണിയുടെ അത്ര പണിയില്ല, പക്ഷെ ഇങ്ങനത്തെ ചെറിയ ചുറ്റോട്ടങ്ങളൊക്കെ ഉള്ളത് ഈസിയാന്ന് തോന്നുന്നു. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മുടെ ചിക്കൻ ഏകദേശം അരമണിക്കൂറിന് മേലെയായി, 3/4 മണിക്കൂറായിട്ടുണ്ട്. ഞാൻ തീ കത്തിച്ചിട്ടില്ല, കാരണം വെച്ചാൽ അരി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അരിയിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അരി ഒരു 3/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കണം. പിന്നെ ദമ്മിലാണ് വേവ്. അപ്പോൾ ഞാൻ അരി മെല്ലെ ഊറ്റിയെടുക്കട്ടെ കേട്ടോ. ബിരിയാണിയിലെ പോലെ കുറേ ഇലകളില്ല, ഈ ആവശ്യത്തിനുള്ള ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഞാൻ അരി ഊറ്റിയിട്ട് വെള്ളം കൂടുതൽ ഇട്ടിട്ടാണ് അരി വെക്കേണ്ടത്. വെള്ളം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിസ്ക് കുറവാണ്. അപ്പോൾ അരി കേടാവില്ല, ഒട്ടില്ല, നല്ല അരിയാണത്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനേ അരി ഊറ്റി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ചിക്കൻ വേവിക്കുക കേട്ടോ. മറ്റേ അയ്യോ ലൈറ്റർ തെറ്റി, കത്തി മെല്ലെ ഇങ്ങനെ വെച്ചെടുക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ, പിന്നെ കുറയ്ക്കാം നമുക്ക്. ഹൈ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. നമ്മുടെ റൈസ് ഉണ്ടോ, നല്ല രസമായിട്ട് വെന്തുണ്ട്. ഇത് വെച്ചാൽ ഫുള്ള് ഇതാക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റപ്പ് ആക്കാം. ഒന്നുകൂടി ദമ്മ് ചെയ്യുന്ന ടൈമിൽ വേവൊക്കെ കറക്റ്റ് ആവും കേട്ടോ. ഓക്കെ, ഇനി ഇതൊരു കുറച്ച് നേരം കഴിഞ്ഞൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ചിക്കനെ ഒന്ന് ഫ്രൈ ആവണ പോലെ ആകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ അരി വെന്തിരിക്കുന്നുണ്ട്. ചിക്കൻ ഇനി നമുക്ക് വെന്തുണ്ട്, നല്ല മണക്കം വരുന്നുണ്ട് കേട്ടോ. ആദ്യം മൂക്കൊണ്ട് ടേസ്റ്റ് ചെയ്യുക. സക്സസ്, അടിപൊളി. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഒരു കാര്യം ചെയ്യാം. ആദ്യം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അരി സെറ്റ് ചെയ്തിട്ട് ദമ്മിനുള്ള പരിപാടി നോക്കാം. അപ്പം ചോറ് നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അയ്യോ, ചോറ് പുറത്തേക്ക് വരുന്നിട്ടാ, കുഴപ്പമില്ല. ഇതിന് മുകളിൽ സെറ്റാക്കാം കേട്ടോ. അരി നല്ല ലോങ് റൈസാണ്. നമുക്ക് ഇത് ഈ വെള്ള കളറ് ഇത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ, ഇത് പാലിലും വെള്ളത്തിലായിട്ടും ഇങ്ങനെ ഇളക്കിയ പാലാണ് നല്ലത്. ഞാൻ പാലിൽ തന്നെ കേട്ടോ, അപ്പോൾ വെള്ളത്തിലാക്കിയിട്ട് ചെയ്യണേ. ഇത് ദമ്മാക്കി വരുമ്പോൾ അതിൻ്റെ കളർ കാണേണ്ട നല്ല രസമുണ്ടാവും. പിന്നെ വേറെ ചിലർ കളർ പൗഡറൊക്കെ ചേർക്കും, അതൊന്നും ഞാൻ ചെയ്യണില്ല. പിന്നെ ഒരു 4 പച്ചമുളക് ഇതൊക്കെ വെക്കണുണ്ട്. പച്ചമുളക് ഇങ്ങനെ കുത്തി വയ്ക്കുക. ഇനി വീണ്ടും അരിയിടുക. ദമ്മ് പ്രോസസ്സിങ് കണ്ടിന്യൂ ചെയ്യുക. ലാസ്റ്റ് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒഴിച്ചു, നമ്മുടെ ഓയിൽ ഒഴിച്ചു, മൂടി വെച്ചു. ദമ്മി ചെയ്തിട്ടുണ്ട്, അടിയിൽ നിന്ന് തീ കൊടുത്തിട്ടുണ്ട്. സെറ്റ്. ഇനി കുറച്ച് നേരം 5 മിനിറ്റ് കിട്ടുന്നിട്ട് ഇതായിക്കട്ടെ. ചൂടൊന്ന് മുകളിലേക്ക് എത്തുമ്പോൾ കേട്ടോ. എയർ ടൈറ്റ് തന്നെ ചെറിയൊരു ഗ്യാപ്പ് കാണാനുണ്ട്, കുഴപ്പമില്ല, അതിനുള്ള മണം മതി. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ഇനി ബാക്കി കാര്യങ്ങൾ സെർവ് ചെയ്യുന്ന പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് കഴിക്കുക, വേറെ ഒന്നുമില്ല. ദമ്മ് കഴിഞ്ഞു, സ്മോക്ക് ഇട്ടു, സ്മോക്കിൻ്റെ സാധനം എടുത്ത് മാറ്റി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം കേട്ടോ. കണ്ട മഞ്ഞൾ അപ്പം കാണുന്ന ഭംഗിയല്ലോ, കണ്ട ഫുള്ള് കളർഫുള്ളായി. അല്ലെങ്കിൽ കുറച്ച് വെളുത്ത ചോറ് പോലെ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾക്ക് കുറച്ചും കൂടി കളർഫുള്ളായിക്കോട്ടെ എന്ന് തോന്നി.
അങ്ങനൊരു കാര്യം ചെയ്യാം, താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് സെർവ് ചെയ്ത് തീ ഓഫ് ആക്കട്ടെ. ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് എടുക്കാം കേട്ടോ. നല്ല ശരിക്കും ഹോട്ടലിൽ നിന്ന് മന്തി കഴിക്കുന്ന പോലത്തെ മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. സംഭവം സക്സസ് ആണ്. നീ ഫുള്ളായി കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജെന്യൂനായിട്ടുള്ള അഭിപ്രായം നമ്മൾ പാളിന്ന് തന്നെ പറയാം. ഇത് ശരിക്കും ആ റൈസ് എടുത്തിട്ട് ചിക്കൻ്റെ മുകളിലിടുക വേണ്ടത്, കുഴപ്പമില്ല. ഫുൾ സെറ്റപ്പാക്കി തരാം. ബിരിയാണി പോലെ മിക്സായി സംശയമുണ്ട്, കുഴപ്പമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, നീ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ശരിക്ക് ചെയ്യേണ്ട രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ റൈസ് അടിയിൽ ചിക്കൻ്റെ പീസൊക്കെ മുകളിൽ അങ്ങനെ തന്നെ കാണിച്ചാൽ മതി കേട്ടോ. റൈസ് മുകളിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ മസാലയൊക്കെ അടിയിൽ കിടന്നിട്ട് അത് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. ഫുള്ളായിട്ട് എടുക്കുന്ന നേരം ബോറടിപ്പിക്കണില്ല. ഇനി ഞാൻ ജസ്റ്റ് കഴിക്കണ ഭാഗം കാണിക്കാം കേട്ടോ നിങ്ങൾക്ക്. ചിക്കൻ മന്തി, ഹോം മെയ്ഡ് ചിക്കൻ മന്തി റെഡി ഉണ്ട്. ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഈ സമയത്ത് ഞാൻ അത് കാണിച്ചില്ല എന്നുള്ള വീഡിയോയിൽ തക്കാളി കൊണ്ട് ഒരു അറബിക് ചട്നി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. അത് അറബിക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പീസൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. വാരി വലിച്ചതിനാണത് വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറച്ച് ചട്നി, അത് തക്കാളി, 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, സബോള, ഒരു ചെറിയ സബോള അതിനിട്ടല്ലോ കേട്ടോ. ഇത് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഒരു ചട്നി നല്ല രസമുണ്ട് കേട്ടോ. ലുക്കിലെല്ലാം കാര്യം എന്ന് പറഞ്ഞ സാധനമാണ്. വെറുതെ എടുത്ത് ഇങ്ങനെ ഇത് തന്നെ നന്നായി തന്നെ. അത് ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ ഇത് ചിക്കൻ മന്തി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരില്ലേ, അത് മാറാനാണിത്. അത് നമുക്ക് പീസ് വെച്ചേക്കാം. മന്തിയുടെ രസം എന്തായാലും ഇല്ലാതിരിക്കില്ല, കാരണം മന്തി മസാല നമ്മൾ ചേർത്തുള്ളത്. പിന്നെ റൈസ് അതാ നമ്മൾ സാധാരണ ഉണ്ടാക്കിയ കൈമേക്കല്ല, ഇത് ലോങ് റൈസാണ്, സലാഡ് റൈസ്. ഒന്നും പറയണ്ട, വാരി വലിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ഇനി അത്ര അധികം പറഞ്ഞ് ദീർഘിപ്പിക്കണില്ല. ഈ ചട്നിയില്ലേ, അതൊന്നും പറയാം. ചട്നി ഉണ്ടാക്കേണ്ട രീതി അത് കാണിക്കണ്ടായിരുന്നു. 4 തക്കാളി എടുത്തു, ഒരു 4 ഇഞ്ചി വെളുത്തുള്ളി, ഒരു എരിവിന് ഒരു 3 പച്ചമുളക്, ഉപ്പ്, മിക്സിയിലടിക്കുക. ഇത് എടുക്കുക, ഇതിൽ മുക്കുക. എന്നിട്ട് നോക്കിയ ഒട്ടും പറഞ്ഞ് നേരം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ നോക്കട്ടെ. എത്രയും പറഞ്ഞുണ്ട് വീഡിയോകളെല്ലാവരും കാണുക, കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എന്താ വെച്ചിങ്ങനെ ചെയ്തോ, എന്നിട്ട് വീഡിയോ നമ്മൾ ഒന്ന് കയറി വരട്ടെ. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് ഗോഡ്.